ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, എന്തൊക്കെയാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. സെവൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിവിടെ ജയിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വിജയം കൈവരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം നല്ലതാണ്, പക്ഷെ അത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് ആവരുത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിജയം നിങ്ങൾ അർഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വിജയം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ആരുടെയും മനസ്സിനെ നോവിക്കാതെ വളരെയധികം സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുന്ന ജോലിയിലാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കേണ്ടത്. അത് മാത്രമാണ് ശാശ്വതമായി നിലനിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 5 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. എന്താണെന്നറിയില്ല, ഇന്ന് സോഡിന്റെ എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പലരും എനിക്ക് തോന്നുന്നു മാനസിക സംഘർഷത്തിലായിരിക്കണം. ഒന്നാമത് മഴക്കാലമല്ലേ, ചിലപ്പോൾ മാനസികമായ സംഘർഷമൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതൊന്നും സാരമില്ല. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ പരിശ്രമവും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടാക്കുന്നത്. മനസ്സിലായി? അതാണ്, മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് താൻ വലിയ ആളാവുന്ന മനസ്സിൽ ഈഗോ വെച്ച് പുലർത്തുന്നു. അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെയും കാണുന്നത്. മനസ്സിൽ ഈഗോ വെച്ച് പുലർത്തുന്നു, ഞാൻ വലിയ ആൾ എന്നുള്ള ഒരു ഭാവം, എന്നിട്ട് മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന എനർജി. അപ്പൊ അങ്ങനെ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. ഈ ഒരു സന്തോഷം നിങ്ങൾക്ക്, അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുന്നുവെങ്കിൽ അത് ഒരു നിമിഷത്തെ സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി അതിനടിമപ്പെട്ടാലും ശരി, അത് അധികകാലം നിലനിൽക്കില്ല. നിങ്ങളുടെ ആ ദുഃഖവും അധികകാലം നിലനിൽക്കില്ല. നിങ്ങൾ സന്തോഷം അനുഭവിച്ച ഇങ്ങനെ ഒരു എനർജിയിലൂടെ നിങ്ങൾ സന്തോഷം അനുഭവിച്ചോ, അതല്ല ദുഃഖമാണോ അനുഭവിക്കുന്നത്, ഇത് രണ്ടും ശാശ്വതമല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നേരായ വിധത്തിൽ പരിശ്രമിക്കുക, നേരായ വിധത്തിൽ ആത്മാർത്ഥമായിട്ടും പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുകയുള്ളൂ. ഏറ്റവും അത്യാവശ്യം, ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്? മനസ്സിന്റെ ശാന്തത, മനസ്സിന്റെ സമാധാനം. അതിനായിട്ട് ഏതെങ്കിലും ഒരു കള്ളപ്രവൃത്തിയിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിക്കുക. മനസ്സിലായി? നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ കർമ്മ കിട്ടും. നിങ്ങൾ ഇനി മനഃപൂർവ്വം ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെയധികം ആലോചിച്ച് വേണം മുന്നോട്ട് പ്രവർത്തിക്കാൻ. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഇവിടെ വളരെ നല്ല ഹൈ എനർജിയിലുള്ള വ്യക്തിയുടെ ഇതാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇമോഷണലി ഹൈ എനർജിയാണ്. വളരെയധികം ആഗ്രഹങ്ങളാണുള്ളത്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയോ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം, വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്, അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ചിന്തകളും നല്ല പ്രവർത്തികളുമാണ് ഇദ്ദേഹം നിലനിർത്തുന്നത്. അതുപോലെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ, നിങ്ങളുടെ എനർജിയാണിത്, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള എനർജിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് വരും, പോസിറ്റീവായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിന് വേണ്ടിയുമായിരിക്കാം. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടിയും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ അത് സഫലമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു വ്യക്തിയുടേതായ എനർജിയോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജ്, അവരുടെ കാൾ ഒക്കെയും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഇതിന് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് തന്നെ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എനർജി വന്നു ചേരും. ഈ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ ഇമോഷണലി നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആരോടെങ്കിലും നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുക, പല കാര്യങ്ങളിലും ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ആ തീരുമാനങ്ങൾക്ക് അല്പ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ദീർഘകാലം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ കുറെ കാലം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഒന്ന് സാധിക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ കുറെ കാലം കൊണ്ട് നിരന്തരം ചിന്തിക്കുന്നുണ്ട്, നിരന്തരം ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവണം. ഈ ഒരു എനർജിക്ക് വേണ്ടി ഒരു ലവ് എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഇനി അതല്ല, മാനസികമായിട്ടും മറ്റെന്തെങ്കിലും കാര്യത്തിന്, മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങളിവിടെ പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇത് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 6 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. കാരണം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ഒരുപാട് അഭിവൃദ്ധി വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. പ്രോഗ്രസ് വരുന്നുണ്ട്, സമ്പത്തിൻ്റെതായ പ്രോഗ്രസ് നിങ്ങൾക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ തീർച്ചയായും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അവിടെ നിന്നാവണം പതുക്കെ പതുക്കെ നിങ്ങൾ ഈ ഒരു അഭിവൃദ്ധിയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതാണ്, എനിക്ക് കുറച്ചുകൂടി സാമ്പത്തികം വേണം, കുറച്ചുകൂടി സമ്പത്തിൻ്റെതായ ഒരു പ്രോഗ്രസ്സിലേക്ക് നീങ്ങണം എന്നൊക്കെ നിങ്ങൾ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അതിനായിട്ട് പ്രയത്നിച്ചിട്ടും ഉണ്ടാവണം. വെറുതെ ആഗ്രഹിച്ചത് കൊണ്ടൊരു കാര്യവുമില്ലല്ലോ. പിന്നെ വെറുതെ പ്രയത്നിച്ചിട്ടും കാര്യമില്ല. പക്ഷെ അവിടെ ഒരു സ്പിരിച്വാലിറ്റി കൂടി കൊണ്ടുവരണം, പ്രാക്ടിക്കാലിറ്റിയും കൂടെ ചേർക്കണം. അവിടെ ലവ് എനർജിയും കൂടെ വരണം. ഇതൊക്കെ കൂട്ടിക്കലർത്തി മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ടുള്ള പ്രവർത്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ലൊരു റിസൾട്ട് വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെതായ ആഗ്രഹങ്ങൾക്കും പിന്നെ മറ്റുള്ളവർക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും കൂടെ വേണ്ടി നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്, കണ്ടില്ലേ? ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടാണ് തിങ്ക് ചെയ്തിരുന്നത്. പോസിറ്റീവായ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കും. ഇവിടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അങ്ങോളം നിലനിൽക്കുന്നതാണ്. ഇത് വളരെ നല്ല റിസൾട്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു റിസൾട്ടാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് പോകാനാണ്, പോസിറ്റീവായ ഒരു റിസൾട്ട് കിട്ടുകയാണ്. ചിലപ്പോൾ കോടതി കേസുകളിൽ ഉണ്ടാവാം, ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്ത എനർജി ആവാം, ഇനി മറ്റാരെങ്കിലും നിങ്ങളോട് ആർഗ്യുമെന്റ്സ് നടത്തിയതാവാം. ഇനി അതുമല്ല, എന്തെങ്കിലുമൊക്കെ കുറെ കാലങ്ങൾ കൊണ്ടേ നിങ്ങളിവിടെ എക്സാമിനേഷൻ എഴുതി നോക്കിയിരിക്കുകയാവാം, അതുപോലെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാവാം. എന്തായാലും ശരി, നിങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങൾക്ക് നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. പിന്നീട് ഇങ്ങോട്ട് സന്തോഷമാണ്, കണ്ടല്ലോ. പിന്നീട് ഈ ഒരു ജസ്റ്റിസ് ലഭിച്ചതിന് ശേഷം ഒരുപാട് സന്തോഷങ്ങളിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പാർട്ടികളിൽ പങ്കെടുക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് സാമ്പത്തികപരമായ സന്തോഷം വന്നത്, മാനസികമായ സന്തോഷം വന്നു ചേർന്നു, ശാരീരികമായ ഉന്മേഷം വന്നു ചേർന്നു. ഇതെല്ലാം കൂടിയാകുമ്പോൾ സോളാർ പ്ലക്സസ് ചക്ര ഉണ്ടല്ലോ, നിങ്ങളുടെ മണിപൂരക ചക്രയുടെ ആക്ടിവേഷനാണ് കാണുന്നത്. കൂടുതൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒത്തിരി ഒത്തിരി എൻജോയ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും സാധ്യമാക്കി എടുക്കാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉള്ളിൽ വളർത്താൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അതുവരെ നിങ്ങൾ പ്രയത്നിച്ചതിന് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ അത് കിട്ടുന്നുണ്ട്. ആ റിസൾട്ടിലൂടെയാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ഒരു ജസ്റ്റിസ് ലഭിക്കാം, അതുപോലെ ഇത്തരത്തിലുള്ള സന്തോഷങ്ങളിൽ പങ്കുചേരാനുള്ള അവസരവും ഉണ്ടാകാം എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ടവർ വന്നിട്ടുണ്ട്, 9 ഓഫ് കോയിൻസും വന്നിട്ടുണ്ട്. ടവർ വന്നിരിക്കുന്നു കണ്ടല്ലേ. ഇവിടെ ആരെങ്കിലും നിമിത്തം നിങ്ങളുടെ നല്ല ജീവിതത്തിൽ ആരെങ്കിലും നിമിത്തം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിരീടം വെച്ചിരിക്കുന്ന രാജാവായിരുന്നിരിക്കാം നിങ്ങൾ. അവിടെ നിന്ന് ഇതെല്ലാം തൊപ്പി തെറിച്ച് താഴെ വീണ് ആകപ്പാടെ കിരീടമെല്ലാം നശിച്ച് ആകപ്പാടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്ന് കാണുന്നു. ഒന്നുകിൽ നിങ്ങൾ സമൃദ്ധിയിലായിരുന്ന വ്യക്തിക്ക് എവിടെ നിന്നോ ദൃഷ്ടിദോഷം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ അസൂയക്കാരുടെ ദൃഷ്ടിയാവാം. ഇനി അതുമല്ല എങ്കിൽ മറ്റാരെങ്കിലും മനഃപൂർവ്വം കരുതിക്കൂട്ടി നിങ്ങൾക്കിടയിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവണം. അതുമല്ല നിങ്ങൾ അറിയാതെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. എങ്ങനെയായാലും അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കത് ഇവിടെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് ഒരുപാട് നാശനഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മുഴുവനും ഇടിഞ്ഞ് തരിപ്പണമായി പോയിരിക്കുന്നു. നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ പെട്ടെന്നാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്, പെട്ടെന്നാണ് ഈ ഒരു തകർച്ച ഉണ്ടായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് കാണുന്നത്. സാമ്പത്തികപരമായാലും മറ്റ് ഏത് സ്നേഹബന്ധത്തിലായാലും മറ്റേത് തരത്തിലുള്ള കാര്യത്തിലായാലും ചിലപ്പോൾ ഒരു ജോലി കിട്ടിയത് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്, പെട്ടെന്ന് അത് നഷ്ടമായി. ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ നല്ല സാമ്പത്തികം വന്നുകൊണ്ടിരുന്നതാണ്, പക്ഷെ പെട്ടെന്നത് തകർന്നുപോയി. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നശിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കണം നിങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളതിൽ മനസ്സുകൊണ്ട് വളരെയധികം ഉരുകി കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നിരിക്കാം. പക്ഷെ ഇതൊക്കെ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു തുടക്കം വരുത്താൻ വേണ്ടി തന്നെയാണ്, നിങ്ങളെ ഒന്ന് പരിവർത്തനം ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും നിങ്ങൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയല്ല ചെയ്യുന്നത്. ഇത് കുറച്ച് കാലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ കാലവും നിങ്ങൾ ഇങ്ങനെ ഇരിക്കില്ല. നിങ്ങൾ ഇവിടെ നിന്നും പതുക്കെ 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 രക്ഷയിലേക്ക് വരും, വളരെ നല്ല പോസിറ്റീവായ എനർജിയിലേക്ക് വരും. ഇവിടെ ജസ്റ്റിസ് കണ്ടില്ലേ, ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ വരും. ഇനി അടുത്തത് വന്നിരിക്കുന്നത് എന്താണ്? 9 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. ഇവിടെ സമ്പത്തിൻ്റെതായ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു. അതുപോലെ ഇവിടെയും സന്തോഷത്തിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഈ ഒരു എനർജിയിൽ നിന്നും വളരെ നല്ല ഒരു പരിവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇതൊക്കെ സംഭവിച്ചു കണ്ടില്ലേ. ഇവിടെ ഇതൊക്കെ സംഭവിച്ചത് കൊണ്ട് എന്താണ്, നിങ്ങൾക്ക് വളരെ നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നത് എന്ന് കുറെ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ സാധിക്കും. പിന്നീട് ദൈവികമായ എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. വളരെയധികം ജീവിതം പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ വരുന്നത് ഏറ്റവും നല്ലതാണ്. മനസ്സിലായി? അപ്പോഴത്തെ വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോഴൊന്നും മനസ്സിലാവില്ല എന്തുകൊണ്ട് ഇത് വന്നു എന്നൊന്നും മനസ്സിലാകില്ല. അത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പൊ ഈ ഒരു കർമ്മ തീരണമല്ലോ. അപ്പൊ തീർന്നു കിട്ടുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടി എന്താണ് ഊതിക്കാച്ചിയ പൊന്നു പോലെ തിളങ്ങുന്നത്. മനസ്സിലായി? അങ്ങനെ പറയാലോ, ഊതിക്കാച്ചിയ പൊന്നെന്ന് പറയാലോ. അതുപോലെ തിളക്കം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും നിങ്ങളുടെ ജീവിതത്തിൽ. അതാണ് ഇവിടെ കണ്ടില്ലേ 9 ഓഫ് കോയിൻസിന്റെ എനർജി. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരും. അതുപോലെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം വന്നത് അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ പഠിക്കണമല്ലോ. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്കിന്ന് ഫോർച്യൂൺ കാർഡ്സ് കൂടി എടുക്കാവേ.
ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം. ഡോറാണ് വന്നിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു. കണ്ടില്ലേ, അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. എപ്പോഴും നിരാശപ്പെട്ടിരിക്കാൻ പാടില്ല. നെഗറ്റീവ് എനർജിയിൽ, നെഗറ്റീവ് ഇമോഷൻസിൽ ഒക്കെ തങ്ങിയിരിക്കാൻ പാടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യൂ. മനസ്സിലായോ? എല്ലാത്തിനും ഒരു ക്ഷമ അത്യാവശ്യമാണ്. പേഴ്സണലായിട്ട് റീഡിംഗ് ഒക്കെ വരുന്നവർക്ക് പലർക്കും ഭയങ്കര ധൃതിയാണ്. ഒന്ന് ക്ഷമിക്കാൻ സമയമില്ല, പറ്റില്ല, ഇപ്പൊ തന്നെ വേണം. അങ്ങനെ പാടില്ല. നിങ്ങൾ ഏത് കാര്യത്തിനായാലും നിങ്ങൾ അല്പം ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ ആ ഒരു റിസൾട്ട് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ. ഇവിടെ വളരെ നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വരും. കാരണം നിങ്ങൾക്കിവിടെ ടവർ വന്നിട്ടുണ്ട്. ചാറ്റാണ് വന്നിരിക്കുന്നത്. ടു ഫേസ്ഡ് ഫ്രണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ. നമ്മളോടൊപ്പം ചേർന്ന് നടക്കുന്ന എല്ലാ കൂട്ടുകാരും വളരെയധികം സിൻസിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ രണ്ട് മുഖങ്ങളുള്ള കൂട്ടുകാർ നമുക്കും ഉണ്ടാവാം. അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അവിടെ നമ്മളുടെ ശ്രദ്ധയാണ് ഏറ്റവും അത്യാവശ്യം. ഏതൊരു കാര്യത്തിലും ഒരുപാട് ആവശ്യം വേണ്ടത് നമ്മുടെ ശ്രദ്ധയാണ്. ശ്രദ്ധയില്ലാതെയുള്ള കാര്യങ്ങളിലാണ് പരാജയം സംഭവിക്കുന്നത്, പാളിച്ചകൾ പറ്റുന്നത്. ഡയമണ്ട് ആണ് വന്നിരിക്കുന്നത്. യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് പ്രഷ്യസ് ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ്, അതെന്തുമാകാം. ചിലപ്പോൾ ഒരു ജോലിയാകാം, ചിലപ്പോൾ എന്തെങ്കിലും വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യമാകാം, മറ്റേതെങ്കിലും തരത്തിൽ ആവാം. ഡോ ക്ലോസപ്പാണ്. പ്രഷർ വിത്ത് പ്ലഷർ വിത്ത് ക്ലോസ് ഫ്രണ്ട്. അപ്പം ഇവിടെ എന്താണ്, ഒരു നല്ല ക്ലോസ് ഫ്രണ്ടുമായിട്ടുള്ള ഒരു സന്തോഷം പങ്കിടാൻ ഇന്നത്തെ ദിവസം സമയം കിട്ടുന്നു. അവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ ഇതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വരുന്നത്. നല്ലൊരു ഫ്രണ്ടുമായിട്ട് സമയം ചെലവഴിക്കാനുള്ള ആ ഒരു എനർജി, അതാണ് പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഫ്ലവേഴ്സാണ്, ഹാപ്പിനെസ്. കണ്ടില്ല, ഇവിടെ സന്തോഷമാണ് നിങ്ങളെ തേടി വരുന്നത് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി വന്നതാണ്. ഇവിടെ ഒത്തിരി സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇവിടെയും കണ്ടില്ലേ, പ്ലഷറാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഹാപ്പിനെസ് ആണ് വന്നിരിക്കുന്നത്, ഇവിടെ പ്രഷ്യസ് ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യത. അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയോ ഹാപ്പിനെസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത്, സൺ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.